എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഈ അവറിൽ ഇനി ക്ലാസ്സില്ലല്ലോ അല്ലേ? ഗായത്രി അതും പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. അപ്പോഴും ശ്രീ ഒന്നും പറയാതെ സ്വന്തം സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തിരുന്ന് ലില്ലിക്കുട്ടി മിസ്സും മാധവി മിസ്സും തമ്മിൽ വലിയ സംസാരമാണ്. എൻ്റെ മിസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോന്നിട്ട് 7-8 മാസമല്ലേ ആയി കാണൂ. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാവും ഈ വിത്തിനെക്കുറിച്ച് അറിയാത്തത്. എൻ്റെ മാധു, നിങ്ങളെല്ലാവരും ഇത്രയ്ക്കങ്ങ് ബിൽഡപ്പ് കൊടുക്കാൻ മാത്രം ഇവൻ ആരാ? ഞാനും ഈ മേഖലയിൽ ജോലി തുടങ്ങിയിട്ടേ ഇത് ആദ്യത്തെ വർഷമൊന്നുമല്ല. 10-18 കൊല്ലമായി ഇതുപോലെ. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ പൊന്നു മിസ്സേ, ഇത് ഓണറൊന്നുമല്ല, ചെകുത്താനാ. ഇവൻ വരുന്നു എന്ന് കേട്ടാൽ തന്നെ എൻ്റെ നെഞ്ചിലൊരു പഞ്ചാരിമേളം അടിക്കും. അതുപോലെയാ പൊന്നുമോൻ്റെ സ്വഭാവം. 2 വർഷം മുമ്പ് നമ്മുടെ രാജു സാറില്ലേ, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പൾ. ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ഗണപതി സാറാണെങ്കിൽ എക്കണോമിക്സിൻ്റെ HOD. ആ സമയത്ത് ഈ പൊന്നുമോൻ അവസാനമായി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അന്നുണ്ടാക്കിയ പൊല്ലാപ്പുകളൊന്നും മേഡത്തിനറിയില്ലല്ലോ അല്ലേ? അറിയാത്തത് കൊണ്ടല്ലേ എൻ്റെ മാധു എന്താ സംഭവമെന്ന് ചോദിക്കുന്നത്. മിസ്സേ, കൊച്ചിയിലെ മഹാരാജാസ് ഗ്രൗണ്ടിൽ അക്ഷരാർത്ഥത്തിലൊരു യുദ്ധക്കളമാറിയ സമയമായിരുന്നത്. നമ്മുടെ MS കോളേജും കൊച്ചിയിലെ പ്രമുഖ കോളേജും തമ്മിൽ ഫുട്ബോൾ ഫൈനൽ മത്സരക്കളി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊച്ചി ടീമിൻ്റെ ഡിഫൻഡർ MS കോളേജിലെ സ്ട്രൈക്കർ ബോക്സിനുള്ളിലേക്ക് വെച്ച് ക്രൂരമായിട്ട് വീഴ്ത്തി. അതൊരു ഫൗള് മാത്രമായിരുന്നില്ല, കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു. ഗഡ് ഔട്ടിൽ ശാന്തനായിരുന്ന മാർക്കോ അപ്പോഴാണ് എഴുന്നേറ്റത്. MS കോളേജിൻ്റെ ഓണർ എന്നതിലുപരി തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു കോച്ചിൻ്റെ കുപ്പായമിട്ടാണ് അവൻ വന്നിരുന്നത്. പരിക്കേറ്റ കുട്ടിയെ എതിരാളികൾ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ മാർക്കോയുടെ ഉള്ളിലെ ആ പഴയ വേട്ടക്കാരനങ്ങ് ഉണർന്നു. അവൻ പതുക്കെ ഗ്രൗണ്ടിലേക്ക് നടന്നു. എതിർ ടീമിലെ ഗുണ്ടായിസം കാണിക്കുന്ന പയ്യന്മാരെ അവനെ തടയാനൊക്കെ നോക്കി. ഇത് കളിസ്ഥലമാണ് സാറേ, സാറിൻ്റെ കോളേജ് മാനേജ്മെൻറ്റ് ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ മാർക്കോയുടെ കോളറിൽ കൈവച്ചു. അതായിരുന്നു തുടക്കം. അടുത്ത നിമിഷം കണ്ടത് ഒരു മനുഷ്യന്റെ സംഹാര താണ്ഡവമാണ്. മാർക്കോ ആളും തരവും നോക്കിയില്ല. കോളറിൽ പിടിച്ചവന്റെ കൈ തിരിച്ചൊരൊറ്റ ഒടിയാണ്. അവൻ വായുവിൽ വട്ടം കറങ്ങി താഴെ വീണു. തടയാൻ വന്ന 4-5 പേരെ മാർക്കോ വാരിയിട്ടലക്കി. ഓരോ അടിയും കൃത്യമായിരുന്നു. ഒരാളെ പൊക്കി നിലത്തിട്ട് ചവിട്ടുമ്പോൾ മാർക്കോയുടെ കണ്ണുകളിലെ ആ പഴയ തീഷ്ണതയുണ്ടായിരുന്നു. കൊച്ചി ടീമിന്റെ സപ്പോർട്ടേഴ്സ് ഗാലറിയിൽ നിന്ന് ചാടിയിറങ്ങി. പക്ഷെ മാർക്കോ കുലുങ്ങിയില്ല. ഇതൊന്നും കണ്ടിട്ട് ഓടി വന്നവന്റെ നെഞ്ചിലേക്ക് ഒരു ഫ്ലൈയിങ് കിക്ക്. അവൻ 10 അടി ദൂരേക്ക് തെറിച്ചുപോയി. ചുറ്റും നിന്നവർ മാർക്കോയുടെ ആക്ഷൻ കണ്ട് ഒരു നിമിഷം തരിച്ചുപോയി. അതൊരു സാധാരണ തല്ലായിരുന്നില്ല. MS കോളേജിന്റെ അധികാരി തന്റെ സാമ്രാജ്യത്തിന് നേരെ വന്നവരെ തകർത്തെറിഞ്ഞ കാഴ്ചയായിരുന്നു അത്. ഗ്രൗണ്ടിലെ മണ്ണ് വായുവിൽ ഉയർന്ന് മാർക്കോയുടെ ഷർട്ടിന്റെ ബട്ടണുകൾ തെറിച്ചു പോയിട്ടും അവൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല. എതിരാളികളെ ഓരോരുത്തരായി അവൻ ഗ്രൗണ്ടിൽ പല മൂലകളിലേക്ക് വലിച്ചെറിഞ്ഞു. ചോരയൊലിപ്പിച്ച് കിടക്കുന്നവർക്കിടയിലൂടെ അവൻ പതുക്കെ നടന്നു. തൻ്റെ കുട്ടികളെ തൊട്ടവരോടുള്ള മറുപടി അവൻ വാക്കുകളിലൂടെയല്ല, കൈക്കരുത്തിലൂടെയാണ് നൽകിയത്. അവസാനം ഗ്രൗണ്ടിന് നടുവിൽ നിന്ന് അവൻ കൊച്ചി ടീമിൻ്റെ കോച്ചിനെ നോക്കി ഒന്ന് വിരൽ ചൂണ്ടി. ഒരൊറ്റ നോട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന സകല ബഹളങ്ങളും നിലച്ചു. MS കോളേജിലെ കുട്ടികൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മാർക്കോ. എൻ്റെ പൊന്നു ടീച്ചറെ, ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ രോമാഞ്ചം എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് മാസ് പെർഫോമൻസ് ആയിരുന്നു ചെറുക്കൻ കാഴ്ചവെച്ചത്. കോളേജിലെ പിള്ളേരെല്ലാവരും അവന് കട്ട സപ്പോർട്ടായി കൂടെയും ഉണ്ടായിരുന്നു. ടൂർണമെൻറ്റ് പോയി പോലീസ് കേസും വഴക്കും ബഹളവും എന്തൊക്കെ പൊല്ലാപ്പുകളായിരുന്നു. പ്രിൻസിപ്പൽ സാറും ഗണപതി സാറും കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. അതുപോലെ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ടീച്ചറെ അത്. മാർക്കോയെക്കുറിച്ച് നടത്തുന്ന വർണ്ണനകളും അവനിലെ വീരസാഹസിക കഥകളും കേട്ടുകൊണ്ട് ശ്രീ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മാധു അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ മാർക്കോ ഒരു കട്ട ഫാനാണല്ലേ താൻ? അതിലെന്താ സംശയം, ഞാൻ അവൻ്റെ ഫാൻറ്റും ഒക്കെയാണ്. പക്ഷേ അത് കാണിച്ച് ചെറുക്കൻ്റെ അടുത്ത് ചെന്നാൽ പിടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് കളയും അവൻ. അതെന്താ, ഇവന് പെണ്ണും പിടക്കൊഴിയൊന്നും വേണ്ടേ? സൂപ്പർ ക്വസ്റ്റ്യൻ. ഇതെന്നോട് ചോദിച്ചു, ഇനി ആരോടും ചോദിക്കാൻ ചെല്ലരുത്. അതെന്താ? ടൂർണമെൻറ്റിലെ ഇവൻ്റെ പെർഫോമൻസ് എല്ലാം കണ്ട് നമ്മുടെ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പുതുതായി വന്ന ടീച്ചറായിരുന്നു വന്ദന. ആ പെങ്കൊച്ചിന് ഇവനെ എല്ലായിടത്തും കാണുമ്പോൾ നോക്കും, ചിരിക്കും, ഇവനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി.
എന്നിട്ട് രണ്ടും കൂടി ലവ് ആയോന്നേ? അടിപൊളി ലവ്, അത് ഇവന്. അതായിരുന്നെങ്കിൽ സമാധാനമുണ്ടായിരുന്നു. ആ പെങ്കൊച്ചിനെ ഇനി ലൈഫിൽ ഒരിടത്തും ജോലിക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് ഈ പൊന്നുമോനാക്കി കൊടുത്തത്. അവന് പെണ്ണെന്ന വർഗത്തോട് ഒരു സ്നേഹവുമില്ല, ബഹുമാനവുമില്ല, അവര് ഇഷ്ടവുമല്ല. പിന്നൊരു കാര്യമുണ്ട്, പെണ്ണുങ്ങളുടെ കാൽ കീഴിൽ ഒതുങ്ങി നിൽക്കാൻ അവൻ തയ്യാറുമല്ല. അപ്പോൾ പേര് ശ്രീഭദ്രമായ, വയസ്സ് 27, അമ്മ നിമ്മി, അച്ഛൻ മുകുന്ദൻ. നീരവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അക്കമിട്ട് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു മാർക്കോ. അവൻ്റെ മനസ്സിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ എവിടെയോ ആ പെണ്ണ് ഉടക്കിയെന്ന ഒരു തോന്നൽ. അപ്പനും അമ്മയും ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്, അപ്പോൾ മകൾക്കും ആ വഴി തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. സാറെന്താ ഈ പറഞ്ഞു വരുന്നത്? മാർക്കോയുടെ വർത്തമാനം കേട്ട് അറിയാതെയാണെങ്കിലും നീരവ് അത് ചോദിച്ചു പോയി. ഞാൻ അങ്ങനെ പലതും പറയും, അതിലേതാണ് നീരവിന് ഞാൻ മറുപടി ഇപ്പോൾ തരേണ്ടത്? സോറി സാർ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഇനി നീ അറിയാതെ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും, വായിലെ പല്ല് ഞാൻ അറിയാതെ അങ്ങ് കൊഴിക്കും. മാർക്കോയുടെ മറുപടിയിൽ അറിയാതെയാണെങ്കിൽ പോലും നീരവന്ന് ഉമ്മിനീറിറക്കിപ്പോയി. എടാ റിച്ചു, നിന്റെ ഭാര്യയുടെ മുഖത്ത് എന്തോ ഒരു വാട്ടമുണ്ടല്ലോ. ഇന്ന് രാവിലെ പ്രാക്ടിക്കലിൽ കണ്ട ആളേ അല്ലല്ലോ ഇത്. ശ്രീയുടെ ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് സൂര്യ പതുക്കെ റിച്ചുവിനോട് ചോദിക്കുകയായിരുന്നു. ഇതവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ശ്രീയുടെ മുഖത്ത് വാട്ടവും ഒരു കോലവും എല്ലാം. അവൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത് ഗിരീഷിൻ്റെ കാര്യമാണ്. ഇനി അവനെങ്ങാനും കോളേജിൽ വന്ന് ഇവളെ കണ്ടു കാണുമോ? എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും. അങ്ങനെ പലവിധ ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ ഓടി നടന്നു. പക്ഷെ അതെന്തിനാണെന്ന്, അവളുടെ കാര്യത്തിൽ താൻ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ആകുന്നതെന്നും അവൻ ആ നിമിഷം മനസ്സിലായിരുന്നില്ല. എടാ റിച്ചു, നിന്നോടാ ഞാൻ ഈ ചോദിച്ചത്. ദേഷ്യത്തിന്റെ മുഖപടം എടുത്തണിഞ്ഞുകൊണ്ട് അവൻ ഉടനെ തന്നെ മറുപടി കൊടുത്തു. ആ പണ്ടാരത്തിന് എന്തു പറ്റിയ എനിക്കെന്താ കുഴപ്പം? മനുഷ്യന് സമാധാനം വേണം. ആ നരകം പിടിച്ചവളെ എങ്ങോട്ടെങ്കിലും പോകട്ടെ. പിന്നെ സൂര്യൻ പ്രത്യേകിച്ചൊന്നും അവനോട് ചോദിക്കാനും പോയില്ല, പറയാനും പോയില്ല. പക്ഷെ അവളുടെ ആ മുഖത്തെ ഭാവത്തിൽ അവനും വല്ലാത്ത വേദന തോന്നി. കാരണം തനിക്കും ഇതേ പ്രായത്തിൽ ഒരു ചേച്ചിയുണ്ട്. അവൾക്ക് ഇതുപോലൊരവസ്ഥ വരുന്നതെങ്കിൽ. സൂര്യനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും റിച്ചുവിൻ്റെ മനസ്സിൽ അതൊരു കരടായി തന്നെ കിടന്നു. എന്തായിരിക്കും അവളുടെ പ്രശ്നമെന്ന് അറിയാനായിട്ട് ഒരു ഉത്കണ്ഠ. അതെന്താണെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കണം എന്നൊരു വാശി. ക്ലാസ് പെട്ടെന്ന് സൈലന്റ് ആയപ്പോഴാണ് റിച്ചുവിൻ്റെ ആലോചനകളും നിന്നത്. അവൻ നോക്കുമ്പോൾ കാണുന്നത് ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഹെഡ് ഡൗൺ ചെയ്തു കിടക്കുന്ന ശ്രീയെയാണ്. അതിൽ നിന്ന് തന്നെ എന്തോ കാര്യമായ പ്രശ്നം അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അതിന് കാരണം എന്താണെന്നൊന്നും ചോദിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല താൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവനറിയാം. എടാ റിച്ചു, എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇവളിങ്ങനെ ഡൗൺ ആകില്ല. റിച്ചുവിന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ രഹസ്യം പോലെയാണ് സൂര്യ അത് പറഞ്ഞത്. എടാ എനിക്കും അത് തോന്നിയടാ, പെട്ടെന്നൊന്നും ഡൗൺ ആവുന്ന കൂട്ടത്തിലല്ല. അവൾ രാവിലെ നല്ല എനർജറ്റിക് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പ്രശ്നം വന്നിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണെന്ന് എങ്ങനെ അന്വേഷിക്കാനാ? ഒന്നാമത് ഇത് കോളേജും കൂടി ആയിപ്പോയി. ഇരുവരും കാര്യമായി രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടികളുടെ ബഹളം കേൾക്കുന്നത്. നോക്കുമ്പോൾ നിലത്ത് ബോധം മറിഞ്ഞു വീഴുന്ന സ്ത്രീയും അവളുടെ മൂക്കിൽ നിന്ന് ഒഴുകുന്ന രക്തവും. പിന്നെ ഒന്നും ആലോചിക്കാനും നോക്കാനും ഒന്നും നിന്നില്ല. അവൻ നേരെ ചെന്ന് അവളെ തൻ്റെ കയ്യിലേക്ക് വാരിയെടുത്തു. എടാ സൂര്യ, വേഗം അച്ഛനെയും ചേച്ചിയും ആരെങ്കിലുമൊക്കെ വിളിക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. മാത്യു, ഏതെങ്കിലും വണ്ടി ഒന്ന് പിടിക്കാൻ നോക്കടാ. അവളെ നിലത്തു നിന്നും കോരിയെടുത്തതിന് ഇടയിൽ തന്നെ അത്രയും വിളിച്ചു പറഞ്ഞിരുന്നു റിച്ചു. ക്ലാസ് മുറിയിലെ ബഹളമെല്ലാം കേട്ട് അപ്പുറത്തെയും ഇപ്പുറത്തെയും ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളും എത്തുമ്പോഴേക്കും റിച്ചു അവളെയും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വാട്ട് ഹാപ്പൻ ഹിയർ? ദൃഢവും ഗൗരവവും നിറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് പോയത്. സാർ, ഭദ്ര മേഡം തലകറങ്ങി വീടതാണ്, ബ്ലഡ് പോകുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. മാർക്കോ പാഞ്ഞു വന്ന് റിച്ചുവിന്റെ കയ്യിൽ നിന്നും അവളെ റാഞ്ചിയെടുത്തു കഴിഞ്ഞിരുന്നു. അവളെ തോളിലേക്കിട്ട് അവൻ മുന്നോട്ട് നടന്നു. ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിന്നുപോയി അവൻ. ഗണപതി സാർ, ക്ലാസ് എല്ലാം അതിന്റെ വഴിക്ക് തന്നെ പോയിക്കോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം മേഡത്തെ ഹോസ്പിറ്റലിലേക്ക്. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ മുന്നിലേക്ക് തന്നെ നടന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റാഫേൽ. നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും അത്ര എൻ്റെ വാക്കങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ 1200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ കിടുക്കൻ കഥ. ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത മാതിരി ഒരു വെറൈറ്റി തീം.
പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ചേച്ചി, അനിയത്തി, ഫ്രണ്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും കരുതാം. ആള് യൂട്യൂബിൽ തന്നെ സ്റ്റോറി ഇടുന്നതാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാം. തീർത്ത, നിങ്ങളുടെയൊക്കെ സ്വന്തം തീർത്തു. തീർത്തുവിൻ്റെ പുതിയ കഥ വന്നു കഴിഞ്ഞു. അത് എന്തായാലും എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർത്തുവിനെയും കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത കാര്യം, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റാവൺ എന്ന പേരിന് മൊത്തത്തിൽ നമ്മൾ 2 പേരുകൾ ചേർന്നിട്ടാണ് റാവൺ എന്നുണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് റാഫേൽ എന്ന ഞാനും, പിന്നെ എൻ്റെ സിസ്റ്റർ വെണ്ണില. സോ വെണ്ണില എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടാണ് ഡാർക്ക് ഡാലിയാസ്, അതായത് ഡാലിയ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ സ്റ്റോറി ഓടുന്നുണ്ട്. അതുപോലെ സെയിം ടൈമിൽ പ്രതിലിപിയിൽ ഡാർക്ക് ഡാലിയാസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിൽ പുള്ളിക്കാരി പുതിയൊരു സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട്, അസുരൻ്റെ കുറുമ്പിപ്പെണ്ണ്. അതും ഒരു വെറൈറ്റി തീമിലുള്ള സ്റ്റോറി തന്നെയാണ്. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് വായിച്ചു നോക്കും. എന്താണെങ്കിലും ഈ മഴക്കാലത്ത് സേഫായിട്ടിരിക്കുക, എല്ലാവരുടെയും ആരോഗ്യം കൂടി ശ്രദ്ധിക്കുക. താങ്ക് യു. അതുമതി, സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട കേട്ടോ.